പാട്ടിന്റെ ഈണം ചുണ്ടിൽ പാതി പാടി മറഞ്ഞതെന്തേ? നാടൻ പാട്ടിന്റെ ഈണം ചുണ്ടിൽ പാതി പാടി മറഞ്ഞതെന്തേ? അതേറ്റു പാടുവാൻ കൊതി കൊതിച്ച് കാതോടു കാതോരം കാത്തിരിക്കേ. ഒരു നാടൻ പാട്ടിന്റെ ഈണം ചുണ്ടിൽ പാതി പാടി മറഞ്ഞതെന്തേ? അതേറ്റു പാടുവാൻ കൊതി കൊതിച്ച് കാതോടു കാതോരം കാത്തിരിക്കേ. ചാലക്കുടി പുഴ തേങ്ങിക്കരഞ്ഞു, തീരത്തെ പൂക്കളും വാടിക്കരിഞ്ഞു. ചാലക്കുടി പുഴ തേങ്ങിക്കരഞ്ഞു, തീരത്തെ പൂക്കളും വാടിക്കരിഞ്ഞു. ആമണിനാദം പൊന്മണിനാദം നെഞ്ചിലെ നീരിൽ കടഞ്ഞൊരു താളം. ആമണിനാദം പൊന്മണിനാദം നെഞ്ചിലെ നീരിൽ കടഞ്ഞൊരു താളം. പാട്ടിൻ്റെ ആമണി പൊന്മണിനാദം നിലച്ചു. ഹേ തന്നിനെ തന്നിനെ തന്നാനാനോ തെയ്യക്കം തെയ്യക്കം തെയ്തോ തക തെയ്യക്കം തെയ്യക്കം തെയ്തോ. കുമ്മാട്ടിക്കൂട്ടവും വർണ്ണക്കുടമാറ്റവും അഴകരുളും നടേതടി. അഴകരുളും നടേതടി. കൃഷ്ണാട്ടം നിത്യവും ആടുന്നോരമ്പലം നിറവരുളും നടേതടി. നിറവരുളും നടേതടി. ശിവപുരിയാം തൃശൂരിലെ തനിമകൾ നീ പാടുമോ? വടക്കും നാഥന്റെ ഗോപുരമച്ചിലെ കുറുകുമമ്പലപ്രാവേ. കുമ്മാട്ടിക്കൂട്ടവും വർണ്ണക്കുടമാറ്റവും അഴകരുളും നടേതടി. അഴകരുളും നടേതടി. കഥകളി നൃത്തകലകളും ശക്തന്റെ ചരിതവും പൈതൃകങ്ങളും കേച്ചേരിപ്പുഴയിലെ പാട്ടിനലകളും നാട്ടറിവിൻ നന്മകളും ഗ്രാമീണതയും നാടകവും ഇല്ലങ്ങളും വയലേലകളും വേദജപം കേട്ടുണരും പുലർവേളകളും സൗഹൃദങ്ങൾ പൂത്തുലയും നിറസന്ധ്യകളും വേലങ്ങൻ കുന്നിന്റെ ഉച്ചിയിൽ കുങ്കുമം കൊണ്ടിരി വയ്ക്കുന്ന സൂര്യനും കുമ്മാട്ടിക്കൂട്ടവും വർണ്ണക്കുടമാറ്റവും അഴകരുളും നടേതടി. അഴകരുളും നടേതടി.
കായിക മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. 100 മീറ്റർ ഓട്ട മത്സരത്തിനുള്ള പെൺകുട്ടികളും ലോങ് ജമ്പിനായിട്ടുള്ള ആൺകുട്ടികളും ഗ്രൗണ്ടിൻ്റെ വടക്കു ഭാഗത്ത് വരേണ്ടതാണ്. ആൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികളും ഗ്രൗണ്ടിന്റെ കിഴക്ക് ഭാഗത്ത് വരേണ്ടതാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം മത്സരങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ശാലിനി ടീച്ചർ ഉടൻ തന്നെ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശാലിനി ടീച്ചർ ഉടൻ തന്നെ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മത്സര വിജയികൾക്ക് സമ്മാനം നൽകുന്നത് ബഹുമാനപ്പെട്ട എം.എൽ.എ. ഹരികൃഷ്ണൻ അവരുടെ ഇനിയിപ്പ എന്ത് ചെയ്യടാ? സ്കൂളിൽ വരുമല്ലോ, അപ്പൊ നോക്കാം. വാടാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദിവ്യബലി സമാപിച്ചു. സമാധാനം നിങ്ങളോടുകൂടെ. അമ്മച്ചിക്ക് വയ്യായിക പോലെ. പല പ്രാവശ്യം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞിട്ടുള്ളതാ. ദേ ഇതെങ്കിലും എടുത്തൊന്ന് കുടിക്കാൻ. മരുന്ന് മാത്രം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് കർത്താവ് അങ്ങോട്ടൊന്നും വിളിച്ചാൽ മതിയായി. അമ്മച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ത്രേസ്യച്ചി വിഷമിപ്പിക്കണേ? കർത്താവേ,
കണ്ണുകളിൽ ഓ തേടി വരും കണ്ണുകളിൽ എന്റെ കർത്താവേ, വന്നു മനസ്സമാധാനത്തോടെ പത്രം പോലും വായിക്കാൻ വയ്യാതായി. തുറന്നാ തന്നെ കൊലപാതകവും ബലാസംഗവും. എന്റെ കുരിശുമല മുത്തപ്പ, കുറച്ചു നേരെങ്കിലും മുത്തപ്പനൊന്ന് വെറുതെ വിടണ്ട പൗല സാറേ. നീ മുത്തപ്പനെ കയറി പിടിക്കണ്ട. ഇന്നെന്താ വലിയ സന്തോഷത്തിലാണല്ലോ. ഒന്നും പറയണ്ട സാറേ, രാവിലെ തന്നെ അച്ഛന്റെ പുട്ടും മുട്ടയും താറാവും, അതും കഴിഞ്ഞ് കേശുവിന്റെ കടയിലെ നേന്ത്രപ്പഴവും പുട്ടും. പിന്നെ സരസുവിന്റെ വീട്ടിലെ പൂവിനൊന്ന് ഇണക്കാൻ നോക്കിയതാ, അവനാണെങ്കിൽ ചാടിയും പോയി. അപ്പൊ ഇന്ന് കുശാലായല്ലോ. തീർന്നിട്ടില്ല. അതും കഴിഞ്ഞ് എന്റെ കൊച്ചരേശ്വര ഭാഗം ചീരുമത്തിനും കൂടി ഉണ്ടായിരുന്നു കേട്ടാ. അത് കൊള്ളാം. എല്ലാം കൂടെ ആയപ്പോ റപ്പായുടെ വയറങ്ങ് നിറഞ്ഞല്ലോ. പിന്നെ കൊറച്ചു കഴിഞ്ഞ് ഇനിയും വിശക്കില്ലേ? കറണ്ട് ബില്ല് അടച്ച സാധനങ്ങൾ വാങ്ങി നേരത്തെ വരണം. കുറച്ച് വിറക് കീറാനുണ്ട്. എന്നാ സാറേ ഞാൻ പോയിട്ട് വരട്ടെ. ശരി ചേച്ചി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും തോമാ. പാവം എന്റെ കർത്താവേ. തൃശ്ശൂർക്കാരെ ഗടിയോളെ ഇവിടെ സ്വന്തക്കാരാം കുട്ടിയോളെ. തൃശ്ശൂർക്കാരെ ഗടിയോളെ ഇവിടെ സ്വന്തക്കാരാം കുട്ടിയോളെ. വരുന്ന തൊട്ടേ വിശപ്പടക്കാണല്ലേ സഞ്ചാരം. ഉലകം എന്നാൽ തൃശ്ശൂർ റൗണ്ട്, അതിലും മേലെ എന്തുട്ടാ ലോകം. തപ്പ് തട്ടി താളം തട്ടി പാട് കൂത്താട്, നമ്മക്കെന്നും ഉഷാറാവാൻ വേണം ശാപ്പാട്. തൃശ്ശൂർക്കാരെ ഗടിയോളെ ഇവിടെ സ്വന്തക്കാരാം കുട്ടിയോളെ. ഓ തൃശ്ശൂർക്കാരെ ഗടിയോളെ ഇവിടെ സ്വന്തക്കാരാം കുട്ടിയോളെ. പിറന്നതൊക്കെ വിശപ്പടക്കാനല്ലേ സഞ്ചാരം. പശുപതിക്ക് സോറ് കിടച്ച പെരിയ സന്തോഷം. ദൈവത്തിന്റെ സ്വന്തമാളോളല്ലേ ഞാനും നീ.
തൃശ്ശൂർക്കാരെ ഗടിയോളെ നമ്മുടെ സ്വന്തക്കാരാം കുട്ടിയോളെ ഓ തൃശ്ശൂർക്കാരെ ഗടിയോളെ നമ്മുടെ സ്വന്തക്കാരാം കുട്ടിയോളെ പിറന്ന തൊട്ടേ വിശപ്പടക്കാൻ നല്ല സഞ്ചാരം ആശുപത്രിക്ക് സോറ് കിടച്ച പെരിയ സന്തോഷം തൃശ്ശൂർക്കാരൻ നല്ലോര് തങ്ക മനസ്സുകാരൻ പെരിയോര് തൃശ്ശൂർക്കാരൻ നല്ലോര് തങ്ക മനസ്സുകാരൻ പെരിയോര് പുതിയ നட்பு നെഞ്ചിക്കുള്ള പുതിയ തുടിപ്പ് ஊரு என்றால் இதுதான் ஊரு இது போல் சொர்க்கம் எங்கும் இல்லையே தப்பு கட்டி தாளம் தட்டி பாடு கூத்தாடு கைய கட்டு ரப்பாய்க்கு கிரீடம் போடு തൃശ്ശൂർക്കാരെ ഗടിയോളെ നമ്മുടെ സ്വന്തക്കാരാം കുട്ടിയോളെ പിറന്ന തൊട്ടേ വിശപ്പടക്കാൻ നല്ല സഞ്ചാരം ആശുപത്രിക്ക് സോറ് കിടച്ച പെരിയ സന്തോഷം നനയ്ക്കുന്നതിന്റെ കൂടെ ഇതൊക്കെ തനിക്കൊന്ന് വൃത്തിയാക്കി കൂടെ കപ്പിയാരെ എന്തുട്രാ ഇത് കൈ കൊണ്ട് അത് ഇളക്കി കൊടുക്ക് വളയിടണ്ടേ കഴിഞ്ഞ തോർത്ത് റപ്പായിയെ വിഷമിച്ചിരിക്കല്ല വേണ്ടേ അതിനെ മറികടക്കുകയല്ലേ വേണ്ടേ ആട്ടെ തൃശ്ശൂര് മത്സരത്തെ കുറിച്ച് എന്ത് തീരുമാനിച്ചു? അത് കുഴപ്പമില്ല അച്ഛാ, അത് നേത്രപ്പഴല്ലേ, അതിന് പണി കുറവാ. പോകുമ്പോ CI പൗലോസ് സാറിനെയും കൂട്ടിക്കൊണ്ട് പോവാ. അത് നല്ല കാര്യ. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കുവോ? അത് നിന്റെ പണിയണ്ട കപ്പിയാലേ. ഞാനിവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ പോവല്ലേ. അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാ. ഇവനെ കൊല്ലാൻ തന്നെയാ കോഴിമുട്ട തീറ്റിച്ചത്. എന്നാലും കണ്ണിച്ചോരയില്ലാത്ത ദുഷ്ടന്മാര്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് തൃശ്ശൂരത്തെ മത്സരത്തിന് സാറും കൂടി ഒന്ന് വരണം. സാറാവുമ്പോ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവേ. അച്ഛൻ ഒട്ടും തന്നെ വിഷമിക്കണ്ട, ഇവന്റെ കൂടെ ഞാൻ ഉണ്ടാവും. എന്നാ ഞാനങ്ങടെ ഇപ്പോഴും എപ്പോഴും സാറേ, അങ്ങനെ കാറ് കഴുകി തീർന്നൂട്ടാ. ഇനി കുറച്ച് പേർ കൂടെ കീറാണ്ട്, അത് ഞാൻ നാളെ വന്നിട്ട് കീറാട്ടാ. കൊല്ലത്ത് മുങ്ങിയ കണ്ണൂര് പൊങ്ങുന്നവനാ വാസു. അതറിയാഞ്ഞിട്ടല്ല സാറേ, കരീം സാഹിബിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടായി ഈ പരിപാടി. വന്നല്ലോ. ഉറപ്പായിന്റെ മത്സരം കാണാൻ പൗലോസ് സാറിനെ പോലുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടല്ലോ. ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് കേട്ടിട്ടില്ലേ സാഹിബേ? നിങ്ങൾ വിശ്വസിക്കുന്ന ഖുറാനിലോ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു നാടും മുയ്യോ ഓന്റെ കൂടെ ഉള്ളപ്പോ ദത്തിനാന്ന് ഖുറാനും ദൈവമൊക്കെ. അപ്പോഴേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ബാസോ പാടാ.
തീറ്റന്റെ കാര്യത്തിൽ നമ്മളെ അറപ്പായ ഒരു അരപ്പന ഓനങ്ങനെ തോപ്പിക്കാനൊന്നും കഴിയില്ല. എന്നാലും മത്സരാകുമ്പോ ഒരു വീറും വശമൊക്കെ വേണ്ടേ? ഇടക്കട്ടെ നമ്മളെ കൊടകര വാസുവിന്റെ നോക്കി അല്ലടാണ്ട് മത്സരം കൊയ്പ്പിച്ചാള് ഒന്ന് നോക്കി കണ്ടൊക്കെ നിന്നോന്റെ അടുത്തേക്ക് വാടാ. മുറിച്ച മുറി കൂടുന്ന എന്നാ ഓൻ അങ്ങനെയൊന്നും ചാവൂല. ഓനെ കൊല്ലണ്ടേത് അല്ലാതെ എന്റെ മനസ്സിലെ പൂതിയൊന്നും നടക്കില്ല. അത്രയൊന്നും നിരാശപ്പെടണ്ട. സാഹിബ്ജിയുടെ ആഗ്രഹം ഞാൻ നടത്തിത്തരും. അല്ല നമുക്ക് അവളെ കൊണ്ട് പൊക്കിയാല. ചെറ്റ പൊക്കി കുളിസീന് കാണാനല്ല എന്നെ വിളിച്ചേ ചെലക്കാച്ചി. നോക്കിയും കണ്ടും മിണ്ടില്ലേ അണ്ണാക്കിക്കാൻ കേറ്റും. ഇന്നും കൂടെ ചേർത്ത് 10 ദിവസം കൂടെ കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കാന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. ഈ ഡോക്ടർമാര് പലതും പറയും. അമ്മച്ചൊന്നും മിണ്ടാതിരി. ഈ മരുന്ന് മന്ത്രമൊക്കെ എന്നാ ഒന്ന് നിർത്തി തരേ കർത്താവേ. അങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കല്ല എന്റെ അമ്മച്ചിയെ. എറപ്പായിട്ടിനെത്തി. ഇതെന്താ എറപ്പായിട്ടാ? തൃശ്ശൂരിലെ മത്സരം കഴിഞ്ഞപ്പോ കുറച്ച് കാശ് കിട്ടി. എനിക്കിപ്പോ എന്തിനാ കാശ്? അതുകൊണ്ട് കുറച്ച് തുണികൾ വാങ്ങിച്ചു. ദാ എല്ലാവർക്കും ഉള്ളത് ഇതിലുണ്ട്. എന്റെ മേരിക്കുഞ്ഞിനും അമ്മച്ചിക്കുള്ളതൊക്കെ ഇതിലുണ്ട്. മോള് ഇതവിടെ കൊണ്ടു കൊടുക്കണം കേട്ടോ. എനിക്കങ്ങോട്ട് പോവാൻ പറ്റില്ലല്ലോ. ഇവിടം വരെ വന്നിട്ട് നീ ഇവിടെ കേറാണ്ട പോവാ. എറപ്പായിട്ടാ ഒന്ന് നിന്നേ. ഇതെന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നടക്കുന്ന എറപ്പായിട്ടിനെ ആർക്കും ഇഷ്ടാവില്ല കേട്ടോ. ആ പാട്ടും പാടി നടക്കുന്ന പഴയ എറപ്പായിട്ടിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ പരിപാടിയും പൊളിഞ്ഞു. അങ്ങനെ ഓന്റെ പെങ്ങളുട്ടിക്ക് ഒരു ചെക്കൻ ഉണ്ടാക്കണം. വേണല്ലോ. അവനൊരു പെണ്ണിന് വേണം. അതങ്ങനെ പെരേന്റെ ഓടുമ്പൊളിച്ച് നിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലടോ. അങ്ങനെ എന്നാ മതി ലാസറ ഓരല്ലോ. ആ പമ്പക്കെല്ലാസും പണിയായി. ഏതായാലും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ കൊയ്ത്തിരിഞ്ഞ് വരുന്നുണ്ട്.
സംഗൃതപ്പമ്മകരി തങ്കും തുക്കും തത്തിക്കിണ്ണ. ഏലിയമ്മേച്ചേ ഏലിയമ്മേച്ചേ നിങ്ങൾ പറഞ്ഞാ നടക്കും. എന്തേ സാഹിബിന്റെ വലിയൊരു ആഗ്രഹമാണ്. എന്റെ കർത്താവേ, ആ കൊച്ചിന്റെ ചെവിയിൽ ഇതെങ്ങാനും പോയി പറഞ്ഞ അവളെന്നെ ആട്ടി ഇറക്കൂട്ടാ. അതിന് അവളെ കെട്ടാനല്ലല്ലോ, പിന്നെ ഇനിയുള്ള കാലം മുഴുവനും ഏലിയമ്മേച്ചി ഇങ്ങനെ പാറക്കല്ലും ചോന്നിടുന്നുണ്ടെന്നാ മതിയാ. എന്തായാലും ആഗ്രഹം നന്നായിട്ടുണ്ട്. ഒരു വെടിക്ക് 2 പക്ഷി. ചേച്ചിക്ക് അതിന്റെ ഗുണമുണ്ടാവൂട്ടാ. പോട്ടാ. ഞാനിപ്പോ ഇതിനെന്താ പറയുക? അങ്ങേര് പോയതോടെ ഞാൻ ഈ അവസ്ഥയിലായില്ലേ. തൊമ്മി അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ വന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പച്ചൻ മരിച്ചതേ പിന്നെ കൽച്ചുമട്ടെടുത്തിട്ടായാലും അന്തസ്സായിട്ട് തന്നെ ഞങ്ങള് ജീവിക്കണം. അവനെ പോലെ ഒരുത്തിന് ഞാൻ എന്റെ സാറമ്മോളെ കൊടുക്കുന്നു തോന്നുണ്ടാ? ഒക്കെ ശരി തന്നെയാണ്. എന്നുവെച്ച് ഇവറ്റകൾക്കൊക്കെ ഒരു ജീവിതം വേണ്ടേ? നിന്റെ കാര്യം തന്നെ ഇങ്ങനെ, അതുപോലെ തന്നെ ആവണമെന്നുണ്ടോ ഇവരും? തൊമ്മി പുറമേന്ന് നോക്കിയ ഒരു മുരടനാണെങ്കിലും പുള്ളി ശുദ്ധ പാവ. ഒരു കുടുംബമൊക്കെ ആവുമ്പോ ഒക്കെ ശരിയാവും. എന്നാലും എനിക്കിത് ആറര വണ്ണം 10:30. ലൈനിങ് പീസ് എടുക്കണം. തിങ്കളാഴ്ച തരാം. ശരി ചേച്ചി അല്ലേ ദേടെ ബ്ലൗസ് ഒന്ന് വെട്ടിത്തരണേ. അവള് 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പൊ തരാം. അതെ, ഈ ഏർപ്പായിക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? നാട്ടിലെ കേമന്മാരോടാ അവന്റെ കളി. ജീവൻ ബാക്കി വെച്ചേക്കൂ. തൊമ്മി അത്ര മോശക്കാരനൊന്നും അല്ലാട്ടോ. ആരും ഒരു ഇല്ലാത്തോണ്ടാ അവൻ ഇങ്ങനെയൊക്കെ. ഒരു പെണ്ണ് വിചാരിച്ചാൽ അതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. മൂക്ക് അതിനുള്ള സാമർത്ഥ്യമുണ്ട്. നാരായണീച്ച എന്താ പറഞ്ഞു വരണേ? മോളൊന്ന് മനസ്സ് വെച്ച ചേച്ചി സംസാരിക്കാം. എന്റെ മാത്രം സമ്മതല്ലല്ലോ. അതൊന്നും മോള് നോക്കണ്ട. ബാക്കി എല്ലാവരെയും ഞാൻ സമ്മതിപ്പിച്ചോളാം. ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ ചേച്ചിക്ക് അത് വലിയ കാര്യ. മോളെന്തായി പറയണേ? ആഭാസനെ കൊണ്ടോ? ഒന്നും കൂടി ഒന്ന് ആലോചിച്ചൂടെ? ആലോചിച്ചു, ഒരുപാട് ആലോചിച്ചു. എന്റെ മുന്നിൽ ഇനി വേറെ മാർഗമൊന്നുമില്ല. അറിഞ്ഞുകൊണ്ട് എന്റെ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കുകയാണെന്ന് എല്ലാവർക്കും തോന്നാം. പക്ഷെ ഇച്ചിരിക്കണ്ടത്തിൽ പാപ്പച്ചന്റെ മകൻ തുമ്മിയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നു. ഈ നിൽക്കുന്ന കാച്ചപ്പള്ളിപ്പറമ്പിൽ വറീദിന്റെ മകൾ സാറാമ്മയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ഞാൻ ചെയ്യുന്നു. ഇതെന്താ ഇത്? സാറേഷിയുടെ മനസ്സമ്മതായിട്ട് ഒരു സന്തോഷം ഇല്ലാണ്ട് ഇങ്ങനെ മാറി നിക്കണേ. അതിന് മനസ്സിന് സമ്മതം ഉണ്ടായിട്ടല്ലല്ലോ ഇത്. ഒരു മനസ്സമ്മതം കൂടി ഈ അടുത്തന്നെ ഉണ്ടാവൂലേ? അതന്നെ ജോർജുട്ടിയെ, ഈ മനസ്സമ്മതങ്ങളും കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ വർക്കിച്ചിന് കാര്യമുള്ളൂ. വർക്കിച്ചന് ഈ അടുത്തന്നെ ഒരു സദ്യക്കുള്ള വകുപ്പ് ഉണ്ടാവും. അതാരേണ്ട? അതൊക്കെ ഉണ്ട്. എന്തായാലും എന്റെ ഉണ്ടാവും പോണില്ല. വെറുതെ അല്ലേ ഇങ്ങനെ സദ്യ ഒന്നും ഇല്ലാണ്ട് നടക്കണ. ജുബയ്ക്ക് നീട്ടം കൂട്ടിട്ട് തേടി വരും കണ്ണുകളിൽ
എന്തുട്ര ജോർജ് കുട്ടിയെ നീ പള്ളിയിൽ നിന്ന് നേരത്തെ പോന്നാ? അത് പിന്നെ ഏർപ്പായിട്ടാ തുണികൾ കുറച്ച് അലക്കാണ്ടായിരുന്നേ. അങ്ങനെ സാറയുടെ കാര്യം രക്ഷപ്പെട്ടല്ലേ? രക്ഷപ്പെട്ടതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വിധിച്ചതല്ലേ നടക്കുള്ളൂ, കൊതിച്ചത് നടക്കണില്ലല്ലോ. അതൊക്കെ പോട്ടെ, നീ എന്റെ കാര്യം മറന്ന? അതെന്താ ഏർപ്പായിട്ടാ അങ്ങനെ പറഞ്ഞ? ഞാനത് മറക്കൂ? അത് ശരി. ഇനി കൊച്ചുദേശിച്ചിയുടെ കാര്യ അത് നോക്കേണ്ടത് ഏർപ്പായിട്ടാട്ടോ. അതും വിധിച്ചതല്ലേ നടക്കൂ, കൊതിച്ചത്. ഇന്നലെ രാത്രി കൂടെ ഒന്നിച്ച് കിടന്നുറങ്ങിയതാ എന്റെ കൊച്ച. ഇത് എവിടെ പോയി? മേരി കുഞ്ഞേ, മേരി കുഞ്ഞേ, എടി കൊച്ചിനെ ഓടി വാടി. എന്റെ മോളെ കാണാനില്ലടി. ഇന്നലെ രാത്രി കൂടെ ഒന്നിച്ച് ഞാൻ ഈ ഇടവകയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് നിന്റെ കാര്യത്തിലാണ്. കുരിശിൽ തറയ്ക്കപ്പെട്ട കർത്താവ് പോലും ഇത്രയും അനുഭവിച്ചു കാണില്ല. ഇവിടെ ഇരിക്കായിരുന്നോ? ഏർപ്പാടാക്കിയേട്ടാ, ഉറപ്പായേട്ടാ അവിടെ. അയ്യോ, വയറിന്റെ തീക്കെടാൻ അലയുന്ന നേരവും അടരാട്ടമെന്തിനോ ഞൊടി മാത്രമുള്ളൊരു യാത്രയിൽ ഒടുവിലൊരു പോലെ നാം എല്ലാം അടിയുവതൊരേ മണ്ണിൽ കരുതൻ കനലും കരളിൽ കരുതി
ചിരി ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തിന് സമർപ്പിക്കുന്നു. ആമേൻ. ആമേൻ. എന്ത് വർത്താനാ ഈ പറഞ്ഞത്? ഇടന്നെ നല്ലൊരു ദിവസമായിട്ട് വെറുതെ മനുഷ്യൻ ഒരു തിരിച്ചാലും പയ്യെ നീ എന്നോട് പൊറുക്കണം. അന്നത് കഴിഞ്ഞ പിന്നെ കർത്താവാണ് മനസ്സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അത് സാറിലെ വർക്കിച്ച ഏർപ്പായിക്കൊന്നും അങ്ങനെ തന്നെയാണല്ലോ. ഈ ചോറിന്റെ ഉള്ളിൽ നിന്ന് കരയല്ലേ? ചോറ് കൊടുത്തേ, ഇവിടെ പൈക്ക് കുറച്ചുകൂടി ചോറ് കൊടുത്തേ. ഇതുകൊണ്ടാ സാമ്പാർ സാമ്പാർ കൊണ്ടാ. നല്ലൊരു ദിവസമല്ലേ, വയറ് നിറച്ച് അങ്ങോട്ട് കഴിക്കട്ടാ. വെള്ളം നിറച്ച് കൊടുക്ക്, കഴിക്കട്ടെ. ഇനി മിണ്ടാണ്ട് ഞണ്ടിട്ട് ഏറ്റുപെടാർന്ന് വലിയ കൂടുതൽ കേൾക്കാൻ നിൽക്കുന്നത്. കഴിച്ചോ കഴിച്ചോ കഴിച്ചു കഴിച്ചു. മനസ്സ് വേദനിക്കാണ്ട് പള്ളിയിലേക്ക് കയറില്ലേ? പയ്യെ അന്റെ പുരികൊന്ന് വളഞ്ഞാലും കണ്ണൊന്ന് തെറ്റിയാലും എനിക്ക് അറിഞ്ഞൂടെ തോന്നി. സ്വന്തം പറയൊരുത്തി കേറി വന്നപ്പോഴത്തേക്ക് എന്റെ മനസ്സൊന്ന് മാറിയ ദേ ഒരു ചാഞ്ചാട്ടം. അഭ്യാസം അതും ഈ കരീം സാഹിബിനോടാ. അന്നേ ഞാനൊരു കടലമുട്ടായി വാങ്ങാൻ പറഞ്ഞയച്ചിണ്ടെങ്കിലേ അതിക്ക് തിന്നാനാ. അല്ലാതെ കണ്ട മണിമാളിക മുഴുവൻ വാങ്ങി തന്നേ അതിലിങ്ങനെ സുഖിപ്പിച്ച് ജീവിപ്പിക്കണ്ട പ്രാന്ത. കരീമിനൊരു പൂതി തോന്നിയാലേ അതെന്ത് വില കൊടുത്തു ഞാൻ മേങ്ങും. എന്ത് വില കൊടുത്തു. അതിനുള്ള ഭയൊന്നിക്കൊരു വിഷയല്ല, ലക്ഷ്യം. അതാണ് എന്റെ ഉന്നം. ഇക്കോളം വേണം. അത് കൊറേ കാലായിട്ടുള്ള എന്റെ മനസ്സിലൊരു പൂതിയ. അതിനാണ് ഞാൻ ഓള എന്റെ പറ്റില് വരവിപ്പിച്ച്. ഓള ഞാൻ അത്ര കണ്ട് മോഹിച്ചയടാ. അല്ലെങ്കിലേ ഓള്
ഈ ദുനിയാവ് തന്നെ അല്ലാണ്ടക്കണം. സാഹിബ് മാപ്പാക്കണം. അറിയിക്കാത്തത് കിട്ടിയപ്പോ ഈ തൊമ്മി പലതും ആഗ്രഹിച്ചു പോയി. സാഹിബിനപ്പുറം ഈ ലോകത്ത് തൊമ്മിക്ക് ആരുമില്ല, ഒന്നുമില്ല. സാഹിബ് വാ. പുത്രനും പരിശുദ്ധാത്മാവും. കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും ആ സാറക്കുഞ്ഞിനൊന്നും ഇവിടം വരെ വരായിരുന്നു. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. എന്തായാലും നാളെ ഒന്ന് അവിടെ വരെ പോണം. ചേച്ചി പോകുമ്പോ ഞാനും കൂടി ഒന്ന് വന്നോട്ടെ. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോവാലോ. സാറക്കുഞ്ഞേ, എന്തൊരു കിടപ്പാ മോളേത്. സാറക്കുഞ്ഞേ, കർത്താവിന്റെ മുന്നിൽ വെച്ച് മിന്നു കിട്ടിയ പെണ്ണിന് മറ്റൊരുത്തിന് കൂട്ടിക്കൊടുക്കുന്ന നീ മനുഷ്യനാണോടാ? സാറത്തിച്ചൊരു കരച്ചിലല്ലേ ആ കേക്കണത്? വിശന്ന് പൊരിഞ്ഞ വയറ് കൂട്ടിക്കെട്ടി തന്നെയാ എന്റെ ചേച്ചി ഞങ്ങളെ വളർത്തിയ ഒരൊറ്റ രാത്രി കൊണ്ട് നീ തൊലച്ചു കളഞ്ഞത്. കെട്ടിയ പെണ്ണിനെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി നടക്കണം ചേച്ച. കാര്യം സാഹിബ് തൊമ്മിക്ക് ദൈവ. സാഹിബിന് വേണ്ടി തൊമ്മിയുടെ ജീവൻ വരെ കൊടുക്കും. പിന്നല്ലേ കെട്ടിയ പെണ്ണ്. സാഹിബ് എന്താഗ്രഹിച്ചാലും ഈ തൊമ്മി അത് നടത്തി കൊടുക്കും, അതാരെ കൊന്നിട്ടായാലും. നിന്നെ പോലൊരു ആഭാസന് കാര്യം സാഹിബ് ദൈവോ രാജാവോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം തകർത്തത്. നീ എന്താടി കരുതിയത്? നിനക്കിവിടെ തൊമ്മിയുടെ രാജകുമാരിയായിട്ട് വാഴാന്ന്? വാഴാം, രാജകുമാരിയായി തന്നെ വാഴാം. ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്ത. പിന്നെ നീ പറഞ്ഞതുപോലുള്ള ഈ ആഭാസൻ ഒരു പെണ്ണിന്റെ അല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തൊലച്ചിട്ടുണ്ട് കരീം സാഹിബിന് വേണ്ടി. അതില് നിന്റെ മേരി കുഞ്ഞും പെടുന്നു. മേരിക്കുഞ്ഞിന് വിഷമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, എന്തിനാ വിഷമിക്കണേ? അതൊക്കെ പോട്ടെ, എങ്ങോട്ടാ പോണേന്ന് പറ. അതൊക്കെ പറയാം. ഒന്നും കാണാണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെടില്ലല്ലോ. എവിടെ പോവാ രണ്ടാളും കൂടെ? മുതലാളി, ഞങ്ങള് ജീവിച്ചു പൊക്കോട്ടെ. ഞങ്ങളെ വിട്ടേക്ക്.
പൈത്ത മൈസൂർ കൊല ആ ഏരപ്പൻ എറപ്പായി കണ്ടിട്ടില്ലാന്ന്. അല്ലേലും ഈ നാട്ടിലെ കൊറേ കൊലേന്റെ ഉള്ളിൽ ഈ കരീമിന്റെ പേര് എഴുതിച്ചുണ്ടോലും അതേതൊക്കെയാന്ന് വക തിരിച്ചെടുക്കാനാണ് അന്ന ചെല്ലും ചെലവും കൊടുത്ത് പൂട്ടിന്. ആ പണി ചെയ്താലും നന്നായി എടുക്കുന്നുണ്ട് തുമ്പി. ഇനിയിപ്പൊ ഞാൻ തന്നെ തിന്ന് തീർക്കണ്ടതൊക്കെ ആരാന്തൊന്നും അങ്ങനെ നോക്കിന്ന കൊതി പിടിക്കുമ്പോ കൊണ്ടേ പന്നിക്കിട്ടൊടുക്കേ. ഇനിയിപ്പ അവാട വേണ്ട പെല്ലാട വേണ്ട കരിയും കണ്ണം വന്നെങ്കിൽ ും വേണ്ടി തല്ലാനും കൊല്ലാനും ഇറങ്ങിയോനാ ജി. ക്കും വേണ്ടി ഇനി എന്ത് ചെയ്യുന്നു. പക്ഷേ കാലാവസ്ഥ നമ്മക്കത്ര അനുകൂലം. അതുകൊണ്ട് ഇജൊന്ന് മാറി നിൽക്കണതാണ് ബുദ്ധി. അത് ശരിയാ. ആ കൊച്ചു ത്രേസ്യ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ആട്ടിച്ച് കൊല്ലണം.
സ്വന്തക്കാരാ കുട്ടിയോളെ തൃശൂർക്കാരെ ഗടിയോളെ മണ്ട സ്വന്തക്കാരാ കുട്ടിയോളെ പിറന്ന തൊട്ടേ വശപ്പെട്ടക്കാനല്ലേ സഞ്ചാരം ഉലകം എന്നാൽ തൃശൂർ റൗണ്ട് അതിലും മേലെ എന്തുട്ടാലോകം തമ്പ് തട്ടി താളം തട്ടി പാട് കുത്താട് നമ്മക്കെന്നും ഉഷാറാവാൻ വേണം സവാട് തൃശൂർക്കാരെ ഗടിയോളെ മറ്റ സ്വന്തക്കാരാൻ കുട്ടിയോളെ ഓ തൃശൂർക്കാരെ ഗടിയോളെ മറ്റ സ്വന്തക്കാരാൻ കുട്ടിയോളെ പിറന്ന തൊട്ട് വശപ്പെട്ടക്കാനല്ലേ സഞ്ചാരം ആസിപ്പതുക്ക് സോറ് കട്ടച്ചാ വലിയ സന്തോഷം വയറ് നിറച്ച് സാപ്പിടാൻ ദിനവും നമുക്ക് കഴിയുകിൽ അതിലും അധികം ഒരുത്തന് വേണ്ടതെന്തൂട്ടാ തൃശൂർക്കാരെ ഗടിയോളെ സ്വന്തക്കാരാ കുട്ടിയോളെ ഓ തൃശൂർക്കാരെ ഗടിയോളെ സ്വന്തക്കാരാ കുട്ടിയോളെ പിറന്ന തൊട്ട് വശപ്പെടുക്കാനല്ലേ സഞ്ചാരം ആശുപത്രിക്ക് സോറ് കട്ടച്ചാ പെരിയ സന്തോഷം തൃശൂർക്കാരൻ നല്ലോര് തങ്ക മനസ്സുകാരൻ പെരിയോര് തൃശൂർക്കാരൻ നല്ലോര് തങ്ക മനസ്സുകാരൻ പെരിയോര് പുതിയ നட்பு നെഞ്ചിക്കുള്ള പുതിയ തുടിപ്പ് ஊரு ஏழா இதுதான் ஊரு இது போல் சொர்க்கம் எங்கும் இல்லையே தப்பு தட்டி தாளம் தட்டி பாடு கூத்தாடு